ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തവാങ് തന്നെയാണുള്ളത്. തവാങ്ങിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാർ മെമ്മോറിയലും അതുപോലെ തന്നെ തവാങ് മോണസ്ട്രിയുമാണ്. അപ്പോൾ മോണസ്ട്രി നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഡിസ്കിറ്റിലൊക്കെ പോയിട്ട് മോണസ്ട്രി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനത്തെ മോണസ്ട്രിയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അവിടെ എത്തിയിട്ട് ഇത് കണ്ടോ, നമ്മളെ മഞ്ഞുമല ഇങ്ങനെ മുകളിലിങ്ങനെ വിതച്ച് കിടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നാളെ നമ്മൾ അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. നാളെ നമ്മൾ മധുരയിലേക്ക് എന്ന് പറഞ്ഞ ലേക്കും അതുപോലെ ബുംല പാസിലേക്കും പോകാനാണ് ചാൻസ്. അപ്പോൾ ബുംല പാസിലേക്ക് പോകാനുള്ള പെർമിഷന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അതുവഴി തന്നെ മോണസ്ട്രിയും വാർ മെമ്മോറിയലും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മളിത് ആ തവാങ് ടൗണിൽ കൂടി ആട്ടോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം കടകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ റോഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തോ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത ടൈപ്പിലുള്ള ഒരു റോഡാട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പണികരിപ്പിച്ചതായിരിക്കും റോഡൊക്കെ. അതുപോലെ ചുറ്റുപാടും ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ തണുപ്പിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വഴിയൊക്കെ കണ്ടുപിടിക്കാൻ വെച്ചാൽ ഭയങ്കര പാടാട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പിലിട്ടിട്ട് കറങ്ങിക്കൊണ്ടൊക്കെയാണ് ഇവിടുത്തെ വഴിയൊക്കെ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ശരിക്കും ഞങ്ങൾ പോകുന്നത് റോങ് റൂട്ടാണ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇവിടെ വന്നത് തവാങ്ങില്ല. അതുകൊണ്ട് തന്നെ റോങ് റൂട്ട് ഏതാണ് മറ്റേതാണെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ റോങ് റൂട്ടിൽ കൂടി തന്നെ പോയിട്ട് അതിന് അടുത്ത പ്രാവശ്യം പിന്നെ ഞങ്ങൾ വഴി പഠിച്ചിരുന്നു. പിന്നെ അപ്പോൾ നമ്മളത് കാണുന്നില്ല, ദൂരത്ത് മഞ്ഞിൻ്റെ സൈഡിലായിട്ട് ഒരു ബുദ്ധൻ്റെ പ്രതിമ, അതാണ് GN മോണസ്ട്രി. അപ്പോൾ അവിടെയൊക്കെ ഐസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ബേക്കിലൊക്കെ നല്ല രസമുണ്ട് കാണാം കേട്ടോ ഈ ബുദ്ധൻ്റെ ഇത്. അതുപോലെ നമ്മൾ ആ പേപ്പറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 3 മണിയാകുന്ന നേരമാണ് DC ഓഫീസിൽ ഇനി കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇവിടുന്ന് മൊണാസ്ട്രിയിലേക്ക് പോയി നോക്കാം. തവാങ് മൊണാസ്ട്രിയിലേക്ക് ഇനി ചെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് തവാങ് മോണാസ്ട്രിയിലായിട്ടാണ് പോകുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് മോണാസ്ട്രി. അപ്പോൾ ഇവിടുത്തെ റോഡൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ മോണാസ്ട്രിയിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മളിതാ തവാങ് മോണാസ്ട്രിയിൽ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. ഈ തവാങ് മോണാസ്ട്രി എന്ന് പറയുന്നത് ഏഷ്യയിൽ തന്നെ ബിഗ്ഗസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് കിടക്കുന്ന 2ാമത്തെ മോണാസ്ട്രി ആട്ടോ. അപ്പോൾ അവിടെ അത് നമ്മൾ ഇന്ത്യയിലാണ്, അതും തവാങ്ങിലാണ്. അപ്പോൾ നമ്മൾ അവിടത്തേക്കാണ് കയറിയിരിക്കുന്നത്. ഈ തവാങ് മോണാസ്ട്രി എന്ന് പറയുന്നത് 1680-81 കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ 5ാമത്തെ ദലൈലാമയായ എംഗവാങ് ലോംസ്റ്റാങ് ഗാറ്റ്സോയുടെ പ്രകാരമാട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു വജ്രായന ബുദ്ധമതത്തിൻ്റെ ഗലുഗ് സ്കൂളിൽ പെടുന്ന ഒരു സ്ഥലമാണ് ഈ തവാങ് മോണാസ്ട്രി എന്ന് പറയുന്നത്. ഇത് ലാസയിലെ ഡ്രബുങ് മോണാസ്ട്രിയുമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തിയിട്ടുള്ള ഒരു മോണാസ്ട്രിയിൽപ്പെട്ട ഒരു മോണാസ്ട്രിയാണ്. അപ്പോൾ 3 നിലകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലം കണ്ടോ, ഇടത്തെ ഭാഗത്തുള്ള ഫുള്ള് കറങ്ങൊക്കെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ വന്ന വാർത്ത തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. 2 സൈഡിൽ മൊത്തം ഈ റൗണ്ടിലുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു സൈനിൽ എഴുതി വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളാട്ടോ. അതായത് ഇവർ വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേ കറക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് അതൊന്ന് കറക്കി വിടുക കേട്ടോ. അപ്പോൾ അവർ കറക്കുന്ന കണ്ടിട്ടാണ് കറക്കിയത്, അല്ലാണ്ട് പ്രത്യേകിച്ചുള്ള ഒരു കാര്യം കൊണ്ടൊന്നുമല്ല. അപ്പോൾ അവരൊരു സൈനൊക്കെ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അവരുടെ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ മൊത്തമായിട്ടുള്ളത്. കുറേ ആൾക്കാർ ഇത് വിസിറ്റ് ചെയ്യാനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും തവാങ്ങിൽ വന്ന് തവാങ് മോണാസ്ട്രി കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഇതല്ലേ, ഇത് നോക്കിയൊക്കെ ഇവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക് അവരെ സൈനിലുള്ള കാര്യങ്ങളൊക്കെ. മോണാസ്ട്രിക്ക് അന്തർ താങ്ക് യു. അപ്പോൾ ഇവിടെ വലിയൊരു വ്യൂ ഉണ്ട് കേട്ടോ, നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട്. എനിക്ക് അവിടെ വീടൊക്കെ കണ്ടോ, വീടാണോ ആർമി ക്യാമ്പാണോ എന്നറിയില്ല. റൈറ്റ് സൈഡിൽ എന്തൊക്കെ കാണുന്നുണ്ട് പച്ചപ്പുള്ള സ്ഥലത്ത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. ഇവിടെ ഉണ്ട് കേട്ടോ കറങ്ങുന്ന സാധനമൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. കുറേ പട്ടികളൊക്കെ ഉണ്ട് പുറത്തിങ്ങനെ നിൽക്കുന്നു. അതിനെ കൂട്ടിക്കൊണ്ടൊരു പെണ്ണുങ്ങൾ പോയിട്ടുണ്ട്. അപ്പം നമ്മളെ തവാങ്ങിലെ മോണാസ്ട്രിയിലേക്ക് എൻട്രിയാണിത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറി നോക്കാം. ഇവിടെ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുക്കും. ലാമേൻ്റെ സൈഡിൽ ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ വെക്കും. നമ്മൾ മറ്റേ സേലാപാസിൻ്റെ ടോപ്പിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ദലൈലാമേൻ്റെ ഒരു ചെറിയ ബോക്സിൻ്റെ അകത്ത് സാധനമൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. വേറൊരു കവാടം കൂടിയുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം. ഇവിടെ ബ്രീത്തിങ്ങിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കയറ്റം കയറുമ്പോൾ നല്ല പണിയാണ്. ഇവിടെ കുറേ വീടുകളൊക്കെയാണ് കാണുന്നത്. ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടും കയറാം.
ഇങ്ങോട്ട് കയറാം. നമുക്ക് ഈ വയ്യൊന്ന് ചെന്ന് നോക്കാം. പൂവൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി പൂവ്. റോസിൻ്റെ തണ്ട്, റോസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, പൂത്തിട്ടില്ല. ഏത് വയ്യാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അവിടെ വലിയ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ട്. ഈ വഴി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ വഴി തന്നെ കയറി നോക്കാം. നമ്മളെ മറ്റേ കല്ലൊക്കെ കേട്ടോ, കല്ലൊക്കെ വെച്ചിട്ടാണ് ഇവർ നടപ്പാട് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഉള്ളിലിങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട് ഒരു നല്ല രസമുണ്ട്. അവിടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മോളൊക്കെ അതിൻ്റെ വിത്ത് വേണ്ടിയിട്ടുണ്ടായെന്നാണ് തോന്നുന്നുണ്ട്. നല്ല സൈസുള്ളൊരു കോഴിയുണ്ട്. അതാ മഞ്ഞിങ്ങനെ കാണാൻ പറ്റും, കോഴിനെയും മഞ്ഞിനെയും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ മോണാസ്ട്രി. നിങ്ങൾക്ക് മറ്റേ ചന്ദനത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. എന്തെങ്കിലും കത്തിച്ചതായിരിക്കും. അവിടെ ഒരു ലാമ, ഇവരെ ലാമ അവർ പാത്രമൊക്കെ കഴിയുന്നുണ്ട്. ചോദിച്ചു നോക്കാം അവരോട്. ഇതാട്ടോ മോണാസ്ട്രി. ദലൈലാമ ഓൺ 15 ഒക്ടോബർ 1997 പണികരിച്ചാണിത്. കണ്ടുപിടിച്ചത് 1681 എനിക്ക് ഫുള്ള് ഇവരെ ആൾക്കാരിനായിട്ട് മൊത്തം നിൽക്കുന്നത്. ഇവിടെയൊക്കെ അവരൊരു റെഡ് ഉടുപ്പിട്ടിട്ട് ഓടുന്ന നമ്മളെ യോധ എന്നാണ് സിനിമ കണ്ടിട്ടുണ്ടാവും, ദലൈലാമേൻ്റെ, ചെറിയൊരു ദലൈലാമേൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ സോക്സും ഷൂ ഒക്കെ അയച്ചിട്ടിട്ട് ഉള്ളിൽ കയറേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിൽ എന്താ സെറ്റപ്പ് എന്നറിയില്ല. ഇവിടെ കണ്ടോ നല്ല അടിപൊളി പൂവുണ്ടോ, റോസിൻ്റെ ഒരു ടൈപ്പ് പൂവാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ഇതിൽ ചെറിയ ചെടികളൊക്കെ ഉണ്ട്. ഇതാ അതേ പൂ, ചെറിയൊരു ചെടിച്ചട്ടിനകത്ത് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് പൂവൊക്കെ. റോസിൻ്റെ അതേ ഒരു ടൈപ്പ് ഷേപ്പ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി ഒന്നും പറയുന്നില്ല, കാരണം എനിക്കിതിനെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക.
നമ്മളങ്ങനെ ഇതാ തവാങ് ജയന്റ് ബുദ്ധൻ്റെ സ്റ്റാറ്റുവിന് മുമ്പിലാട്ടുള്ളത്. ഇതാണ് ജയന്റ് ബുദ്ധൻ്റെ സ്റ്റാച്ചു. നമ്മൾ നേരത്തെ ആണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമായിട്ടായിരുന്നു കാണാൻ. സെറ്റ് സ്റ്റാറ്റു കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഡിസ്ട്രിക്ട് ലീനെക്കാട്ടിയും വലിയ സ്റ്റാച്ചു ആണുള്ളത്. അതുപോലെ നമ്മൾ അതിൻ്റെ അപ്പുറം തന്നെ സ്നോ കാണാൻ പറ്റും. നമ്മളെ അടിപൊളിയല്ലേ? നല്ലൊരു വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ DC ഓഫീസിനടുത്ത് നിന്ന സമയത്ത് നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. ഈ ബൈക്ക് വന്നപ്പോൾ എന്തായാലും ഒന്ന് കയറി കാണാൻ വിചാരിച്ച് അങ്ങനെ കണ്ടതാണ്. നമ്മളങ്ങനെ ഇതാ പാസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും DC ഓഫീസിൽ നിന്ന് ശരിയാക്കിയിട്ടുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഇതാ സജി ചേട്ടൻ കേട്ടോ. വ്ളോഗ് ഉണ്ട് ചെറുതായിട്ട്. സജി ചേട്ടൻ കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്തത് ഇവിടെ എല്ലാ പാസിനും കാര്യത്തിനൊക്കെ. ഇവിടെ റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. താങ്ക്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാം. നമ്മളങ്ങനെ ഇതാ തവാങ് വാർ മെമ്മോറിയലിൽ വന്നിട്ടുണ്ട്. ഇതാണ് തവാങ്ത്തെ വാർ മെമ്മോറിയൽ. നല്ല സെറ്റപ്പാക്കി ഇങ്ങനെ റൗണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1962 വാറിൻ്റെ അകത്ത് വീരമൃത്യു വരിച്ചില്ല അവരൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മെമ്മോറിയലാണിത്, വാർ മെമ്മോറിയൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് നമ്മളെ ടിബറ്റൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അതായത് ഇന്ത്യൻ്റെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ. ദിസ് മെമ്മോറിയൽ ഹാസ് ബീൻ എറക്റ്റഡ് ബൈ 190 മൗണ്ടൻ ബ്രിഗേഡ് വിത്ത് generous stance of quarters and 190 പിടിച്ച്. അപ്പോൾ ഇതാണ്. ഇതും ജസ്റ്റ് വായിച്ചൊക്കെ മതി പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് മുകളിലോട്ടേക്ക് കയറി വെക്കാം. നമ്മൾ തവാങ് വാർ മെമ്മോറിയൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കാണാനൊക്കെ. നമ്മൾ റാസിംഗ്ല വാർ മെമ്മോറിയൽ പോയ പോലത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഇവിടെ ടിബറ്റൻ്റെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആസാം റൈഫിൾസ് ഇതൊക്കെ യുദ്ധം ചെയ്ത ആൾക്കാരെ പേരും കാര്യങ്ങളൊക്കെ കേട്ടോ. ഫുള്ള് ലിസ്റ്റാണ് എത്ര ആൾക്കാർ യുദ്ധം ചെയ്തിട്ടുണ്ടെന്നും കാര്യങ്ങളൊക്കെയാണ്. ഇത് നോക്കിയേ, ഇത് ആ സമയത്ത് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഇത് തവാങ്ങിൻ്റെ ഒരു മാപ്പാട്ടോ. ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റേ വാരിയേഴ്സിൻ്റെ ഓരോ സ്ഥലത്ത് എവിടെയൊക്കെയായിരുന്നു ഉണ്ട് എന്നൊക്കെ നോട്ട് ചെയ്തുന്ന ഒരു മാപ്പാണിത്. ഇവിടെ നിന്നാണ് ഈ അല്ല അവിടെയാണെന്ന് തോന്നുന്നു യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് എന്തോ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ പ്രസിഡൻറ്റ് വന്ന് കൈ കൊടുക്കുന്നത് നെഹ്റു. ഇവിടെയൊക്കെ ഉണ്ട് ഫ്ലൈറ്റിൽ ഓരോ ഫോട്ടോസ് ആട്ടോ. ആ സമയത്തുള്ള ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മറ്റേ സെയിം സാധനം തന്നെ. എവിടെയൊക്കെയാണ് ആൾക്കാർ നിന്ന് അതുപോലെ തന്നെ അറ്റാക്ക് വാർ ചെയ്ത സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് നോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ആ സമയത്തുള്ളൊരു ഫോട്ടോ കേട്ടോ. 1962 ദോലയിൽ വെച്ചിട്ടുള്ള മൂവിന് എവിടെയുണ്ട്. അതുപോലെ ഇവിടെ ഇതാ വിജിൽ നേഫ ബോർഡറിൽ വെച്ചിട്ട് യുദ്ധം ചെയ്തൊരു ഫോട്ടോ ആണിത്. കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. പണ്ടേ ആ സമയത്തുണ്ടായിരുന്ന യുദ്ധം ചെയ്ത ആൾക്കാരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇത് മൊത്തം. അതുപോലെ 1962 ഈ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം മൊത്തം ആർമി ക്യാമ്പുകളാട്ടോ ആ സമയത്തുണ്ടായിരുന്നു. അതായത് ഇപ്പം തന്നെ റോഡ് മോശമാണ്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരിക്കും ഇവർ നിന്നിട്ടുണ്ടാകുന്നതാണ് അറിയാത്തത്. ഇതൊക്കെ ആ സമയത്തുള്ള ഫോട്ടോസും കാര്യങ്ങളാണ്. പിന്നെ ആ സമയത്ത് യൂസ് ചെയ്ത ഹെൽമെറ്റാട്ടോ. ഇത് ആർമിക്കാരെ ഹെൽമെറ്റാണ്. തുരുമ്പൊക്കെ പിടിച്ചിട്ട് ആ സമയത്തായതുകൊണ്ട് ഇവർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ, പിന്നെ അവരെ ഫുഡ് കഴിക്കുന്നത് കപ്പ്, ആ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ അവരെ ബുക്കും കാര്യങ്ങളും കേട്ടോ. എത്ര ആൾക്കാർ വീരമൃത്യു വരിച്ചു അതൊക്കെയാണ്. ഓ ഇതല്ല കേട്ടോ, ഇത് വിസിറ്റേഴ്സ് ബുക്കാട്ടോ. എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്, ഈ വർഷത്തിൽ എത്ര ആൾക്കാർ വന്നിട്ടുണ്ടെന്നുള്ള ഒരു നോട്ട് ചെയ്തിട്ടുള്ള ബുക്കാണ്. ഫുള്ള് ഇതൊക്കെ വീരമൃത്യു വരിച്ച ആൾക്കാരാട്ടോ. ഫുള്ളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഫുള്ളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരാണ്, ഏതൊക്കെ ക്യാമ്പിലുള്ള ആൾക്കാരാണ്, എല്ലാ സാധനവും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയുണ്ട്.
ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ സാധനം വെക്കൂലേ എന്ത് മരിച്ചെനിക്കുന്ന വേണ്ടി ആ വസ്തുക്കൾ വെക്കുന്ന സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. ഇതൊരു ഡ്രോയിങ് ആട്ടോ ആ സമയത്ത് ഉള്ളത്. അതുപോലെ തന്നെ ജോഗീന്ദർ സിംഗ് വാർ മെമ്മോറിയലാണിത്. ഇതൊക്കെ ഒരു പെയിൻറ്റിങ് ടൈപ്പാണ്. ഇത് ആ സമയത്ത് യൂസ് ചെയ്ത ചൈനീസിൻ്റെ ഗണ്ണാണ്. ഇവിടെയൊക്കെ അത് കഴിഞ്ഞിട്ട് പുതിയ ഉണ്ടാക്കിയതിൻ്റെ ഇനാഗ്രേഷൻ്റെ പരിപാടിയും സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതാ മെഷീൻ തോംസൺ പണ്ടത്തെ ഗണ്ണാട്ടോ. ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ യുദ്ധം ചെയ്തത്. ഇതാ നമ്മളെ ട്രൂപ്സിൻ്റെ ഫോട്ടോ ആണ് പണ്ടത്തെ. ഇതൊക്കെ ശരി കളർ ചെയ്തെടുക്കാൻ പറ്റില്ല. അവർക്ക് സാധനം ഉണ്ടെങ്കിൽ കളർ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റും. അതൊന്നും ചെയ്തില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയായിട്ടുള്ളത്. ഇത് ബുംല സെക്ടറിലുള്ള ആർമി ക്യാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആട്ടോ. ബുംല സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ബുംല ഇതിൻ്റെ ബോർഡറാണ്, നമ്മുടെ ചൈനേൻ്റെ ബോർഡറാണ്. അവിടത്തേക്കാണ് നമ്മൾ പാസ് എടുത്തിരിക്കുന്നത്. ആ സമയത്ത് വേറെ നല്ല സംഭവങ്ങളൊക്കെ ആട്ടോ. സമ്മതിക്കണം ഇവരൊക്കെ ആ സമയത്തൊക്കെ ഈ വെള്ളമൊക്കെ വെച്ചിട്ട് മാറിയത്. ഇത് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. തെങ്ക തവാങ് അവിടുത്തെ റോഡ് നോക്കിക്കുക, ഫുള്ള് ഓഫ് റോഡ് കല്ലും ഇതൊക്കെ ആയിട്ടുള്ള ഒരു റോഡായിട്ട് കാണുന്നത്. ഫുള്ള് പഴയ ഫോട്ടോസാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഫുള്ള് ഫോട്ടോ കേട്ടോ. ഇത് നമ്മളെ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ബോർഡിങ് കൊണ്ടൊക്കെ പോകുന്നത്. ഇത് തവാങ് മോണസ്ട്രി ആട്ടോ. ആ സമയത്തുള്ള നമ്മൾ നേരത്തെ കണ്ട മോണസ്ട്രീൻ്റെ ഭാഗമാണിത്. ഫുള്ള് നോക്കിക്കേ, എങ്ങനെയുള്ളത് നോക്കിക്കേ, നടന്ന് പോകുന്ന സാധനമൊക്കെ കൊണ്ടിട്ട്. വാ, ഇത് അടിപൊളി ഫോട്ടോ കേട്ടോ. നല്ല രസമുണ്ട്. തവാങ് 1962 തവാങ്ങാണിത്. ഇപ്പം എന്ത് തവാങ്ങും അന്നേരത്തെ തവാങ്ങും. ഇതെവിടെ ഒരു ഗണ്ണുണ്ട് കേട്ടോ, MK1 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വാർ മെമ്മോറിയലും കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പായിട്ട് ഫുള്ള് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. രാജംഗ്ല കുറച്ചുകൂടി നല്ല ലെവലുണ്ടായിരുന്നു. നമ്മളെ ചൈന ബോർഡിൻ്റെ അകത്ത് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തുള്ളത്. അപ്പോൾ നമ്മളെ വാർ മെമ്മോറിയലൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ അവിടെ നിൽക്കുന്ന മൂപ്പര്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ തിരിച്ച് പെട്രോൾ പമ്പിലേക്ക് തന്നെ പോവാം. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, തവാങ്ങിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നാളത്തെ വീഡിയോ എന്ന് പറയുന്നതായിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കയറി കാണുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ ഇന്ന് ബുംല പാസ്സൊക്കെയാണ് കേട്ടോ. ബുംല പാസ്സിലൊക്കെ നാളെയാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.